ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ എവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവരായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ശാന്തിസസ് ആണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ജോലിയിൽ ഒരു പ്രൊമോഷൻ ലഭിക്കേണ്ടതിനായിട്ട്, ഈ ദിവസങ്ങളിൽ അതിനുള്ള വഴി ദൈവം തുറക്കേണ്ടതിനായിട്ടും, അത്ഭുതകരമായി ദൈവം തന്നെ ആ ദേശത്തിൽ മാനിക്കേണ്ടതിനായിട്ടും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഈ ദൈവം ഉയർത്തുന്ന ദൈവമാണെന്ന് പറയാൻ ഇതൊരു വലിയ സാക്ഷ്യമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സഹോദരി മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് കടന്നു പോകുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കണം. വലിയൊരു ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ കരം ചലിക്കേണ്ടതിനായിട്ട് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ശാന്തിസസ്നായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ജോലിയിൽ വലിയൊരു ഉയർച്ച, വലിയൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കേണ്ടതിനായിട്ട് കർത്താവേ, അങ്ങയുടെ അത്ഭുതകരം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുന്നതിനായിട്ട് ഞങ്ങളുടെ വചനം പറയുന്നു, മുട്ടുവിൽ തുറക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി ആ ദേശത്തിലൊരു അത്ഭുത വഴിക്കായി പ്രാർത്ഥിക്കുകയാണ്. അതിപ്പോൾ തന്നെ ഓപ്പണാകുന്നതിനായി നന്ദി, അതിപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നതിനായി നന്ദി. യേശുവേ, തിരുരക്തത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, അത്ഭുതം ചെയ്യണമേ അപ്പ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരു വലിയ കരം ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടും. ഞാനിങ്ങനെ ഒരു കാഴ്ച കാണുന്നത്, കർത്താവ് ഈ മകളെ അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവികമായ നന്മകൾ വെളിപ്പെടുത്താൻ പോകുന്നു, വലിയ സ്വസ്ഥതയും സമാധാനവും നൽകാൻ പോകുന്നു. ഉയർച്ച കൊടുക്കുന്ന, കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ കരം. കർത്താവെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയ്ക്ക് വലിയ മാറ്റം കൊടുക്കാൻ പോകുന്നതിനായി ദൈവം മാനിച്ചെന്ന് പറയാൻ, അവൻ ആർക്കും കടക്കാരനല്ലെന്ന് പറയാൻ ദൈവമേ, ഒരു വലിയ അത്ഭുതം ശാന്തിസസ് നായക ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുകൊള്ളാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയും. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല പ്രിയരെ, കർത്താവിൻ്റെ കരമാണ് ഈ മിനിസ് മുമ്പോട്ട് പോകുന്നത്. എൻ്റെ സാമ്പത്തികത്തിൻ്റെ കൂടുതലല്ല ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. കർത്താവ് 2012 മുതൽ ഈ മിനിസ്യോട് എന്നോട് കാണിച്ച കരുണ, 2016 വലിയൊരു പ്രതികൂലത്തിന് മുമ്പിൽ എല്ലാം തീരുമെന്ന് തോന്നിയെടുത്തെന്ന് കർത്താവ് കരം പിടിച്ച് വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയി. 17 ശാരീരികമായി വലിയ രോഗവും പ്രശ്നത്തിനകത്ത് ജീവിതം മുമ്പോട്ട് പോകുമെന്ന് തോന്നിയില്ല. ഡോക്ടർമാർ പറഞ്ഞത് തീരുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ നിന്ന് കർത്താവിനെ വീണ്ടും സൗഖ്യമാക്കി. 2018 മുതൽ ഒരു വലിയ മുന്നേറ്റം ദൈവം കൊണ്ടുവന്നു. കോവിഡിൻ്റെ സമയത്ത് എല്ലാം വീണ്ടും അവസാനിക്കുമെന്ന് തോന്നി. എന്നാൽ കർത്താവ് അത്ഭുതകരമായി വീണ്ടും മീഡിയ മാർഗങ്ങളെ തുറന്ന് ദൈവത്തിൻ്റെ കരത്താൽ മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ കാണാം. എൻ്റെയും ജീവിതം എന്ന് പറയുന്നത് അക്കരയ്ക്കുള്ള യാത്രയാണ്. ഈ യാത്രയുടെ നടുവിൽ തിരമാലകൾ വെളിപ്പെടാം, കാറ്റ് വെളിപ്പെടാം. പക്ഷേ അതിൻ്റെ നടുവിൽ യേശുവിനെ വിളിച്ചുണർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ ആരംഭത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യേശുവെ എന്ന് നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിളിക്കുന്നവരാണെങ്കിൽ, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക കർത്താവിനെ. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, കർത്താവിനെ വിളിക്കാൻ തയ്യാറാണ്. കാരണം കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ലല്ലോ. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ സങ്കീർത്തനം 18-ാം അധ്യായത്തിൽ പറയുന്നു, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എന്നെ കേൾക്കുന്നവരെ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറയാമോ? ഈ മിനിറ്റിൽ ഒരു പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചിലവർക്ക് ടോർച്ച് അടിക്കുന്നത് പോലെ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും എന്ന് പറയുമ്പോൾ ചിലവർ ഇപ്പോൾ രോഗക്കിടക്കിൽ കിടക്കുന്നവർ, ഇനി മുമ്പോട്ട് പ്രതീക്ഷയില്ലെന്ന് പറയുന്നവർ, നിങ്ങൾ ശ്രദ്ധയോടെ ഏകാഗ്രഹൃദയത്തോടാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അടുത്ത വാക്യങ്ങൾ പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ വിരോധങ്ങളെ എതിർക്കാൻ കഴിയുമെങ്കിൽ അതിനകത്ത് കീഴടങ്ങിയല്ല, നിങ്ങൾ കീഴ്പ്പെടുത്തേണ്ടവരാണ്. നിങ്ങൾ വിശ്വാസം പറയേണ്ടവരാണ്. മല കണ്ട് ഭയപ്പെടേണ്ടവരല്ല കർത്താവിൻ്റെ മക്കൾ. മലയോട് ദൈവത്തെക്കുറിച്ച് പറയാനുള്ളതാണ്. എനിക്കൊരു ദൈവമുണ്ട്, വിശ്വാസത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ വഴി മാറുക. അങ്ങനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ ആരംഭ സമയങ്ങളിൽ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മേളിൽ ആത്മാവിൻ്റെ ശക്തി ചലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മേളിൽ ഇതുവരെയും തുറക്കാത്തത് ചിലത് ഇപ്പോൾ മുതൽ തുറന്നു വരാൻ തുടങ്ങും. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വാസ്തവമായും അത്ഭുതത്തിൽ വിശ്വസിക്കും.
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ ദിവസവും എഴുന്നേറ്റ് എല്ലാ ദിവസവും കാണുന്ന ഒന്നിനെയല്ല അത്ഭുതമെന്ന് പറയുന്നത്. ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്ത ചിലത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കുന്നതിനെയാണ് അത്ഭുതം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ഭുതം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. വാസ്തവമായിട്ടും യേശുവിനെ വിളിക്കുന്ന വിളിപ്പേര് അവൻ അത്ഭുത മന്ത്രി എന്നാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നു. ആ നിലകളിൽ തന്നെ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഞാനൊരു വെളിപ്പാടിൻ്റെ കൈമാറ്റം നിങ്ങളുടെ മുമ്പിൽ കൈമാറുകയാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഏത് പാറയും തകർക്കുന്ന ചുറ്റികലാണ് വചനം. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തുറക്കാത്ത വാതിലുകൾ ഈ വചനത്തിൻ്റെ ശബ്ദത്തിൽ തുറക്കും. അഴിയാത്ത ബന്ധനങ്ങൾ ഈ വചനശക്തിയിൽ അഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം പറയുന്നു, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. വാസ്തവമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ പറയുന്നു. ഈ വചനം എനിക്ക് വേണ്ടിയാണെന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കൂടെ ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിനോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി വചനം നിവർത്തീകരണത്തിന് വേണ്ടി ദൈവം ചലിക്കാൻ തുടങ്ങും. കാരണം വാസ്തവമായിട്ട് നോക്കിയാൽ ഇതാണ് ഈ വെളിപ്പാടെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനത്തെ നിങ്ങൾ വിശ്വാസത്തോടാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയോടെന്ന് നിങ്ങൾ തിരിച്ചറിയും. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അതേ നിലയിൽ തന്നെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഏത് മനുഷ്യനെയും ദൈവവചനത്തിന് തൊടാൻ പറ്റും. ദൈവവചനത്തിന് മാറ്റാൻ കഴിയാത്തതായി ഒന്നുമില്ല കേട്ടോ. വിശ്വസിക്കുന്നവരോട് എനിക്കൊരു പദം പറയാനുണ്ട്. എൻ്റെ ഭാഷയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്ക് മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ വചനം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം കൊണ്ടുവരും. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഇന്നത്തെ വചനചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നിങ്ങളുടെ നല്ലൊരു ഇരിപ്പിടം ഉറപ്പാക്കി ഈ വചനത്തെ ശ്രദ്ധിക്കണം. കർത്താവ് എന്നോട് ഈ ദിവസങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വർധനവിൽ വിശ്വസിക്കുന്നവരാണോ? ദൈവം നമ്മെ വർദ്ധിപ്പിക്കുന്നവരാണ്. ആ നിലകളിൽ എന്നെ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഞാനൊരു കുറിവാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഈ കേട്ട വാക്യത്തിന് എത്ര ആമേൻ പറയും? ഈ വാക്യം നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഒരു പ്രോമിസായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കണം. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കും, അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ലഭിക്കുന്ന സന്തോഷം പോലെയുമാണ്. എന്നെ കേൾക്കുന്നവരെ, അവിടെ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആരംഭത്തിൽ തന്നെ ചിലരെ നോക്കി ഞാൻ ദൂത് പറയുകയാണ്. ജീവിതത്തിനകത്ത് എല്ലാം അവസാനിച്ചു, ഒരു വാതിലും തുറക്കത്തില്ലെന്ന് പറയുമ്പോൾ ദൈവസ്പർശനം നിങ്ങളുടെ മേലിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണെങ്കിൽ, നിങ്ങൾ ദൈവവിളിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒതുങ്ങുമെന്ന് പറഞ്ഞ മേഖലകളിൽ ഇപ്പോൾ വർധനവിൻ്റെ ശക്തി ചലിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. വാഗ്ദത്തം കേട്ട ചിലരോട് എനിക്ക് പറയാനുണ്ട്, ശത്രു ഇനി നിങ്ങളെ ഒരിക്കലും ഉയരത്തിലെന്നും ഒരിക്കലും നന്മ കാണത്തില്ലെന്നൊക്കെ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ശ്രദ്ധിക്കുന്നവർക്കറിയാം, അതാ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി, ഏകനായിട്ടാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ തുടങ്ങി തന്നോട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, ചാർച്ചക്കാരുടെ നടുവിൽ നിന്ന് എൻ്റെ കർത്താവ് അവനെ വിളിക്കുകയാണ്. ആ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക, ആ ദേശത്തിലേക്ക് നീ പോകുമ്പോൾ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വർധനവിൻ്റെ വാഗ്ദത്തമാണ്, വലിയ ജാതിയാക്കും എന്നുള്ള വാഗ്ദത്തമാണ്. ആ നിലയിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അബ്രഹാം വാഗ്ദത്തം കേട്ടിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം ദൈവത്തോട് കരയാണ്, വിഷമം പറയാണ്, നീ എനിക്ക് കുഞ്ഞുങ്ങളെ തന്നില്ലല്ലോ, എൻ്റെ ദാസൻ എലിയാസറാണ് എൻ്റെ അവകാശി. ആ നിലയിൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ വിഷമം പറയുമ്പോൾ, വേദന പറയുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനെ വിളിച്ച് പുറത്തു കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കോ, ഈ വിധത്തിലായിരിക്കും നിന്റെ സന്തതികൾ. എന്നെ കേൾക്കുന്നവരെ, വാഗ്ദത്തമുള്ളവൻ ഒതുങ്ങത്തില്ല, അവൻ വർദ്ധിക്കും. ഇന്ന് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുക, നിങ്ങൾ വർദ്ധിക്കും. അങ്ങനെ ഇതാ അബ്രഹാം
അബ്രഹാം മുമ്പോട്ട് പോവുകയാണ്. നീണ്ട 24 വർഷത്തെ കാത്തിരിപ്പിന് ശേഷവും നന്മ കാണാതെ, ഹല്ലേലൂയ, വാഗ്ദത്തം വെളിപ്പെടാതെ നിൽക്കുമ്പോൾ, ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ ശരീരം നിർജീവമായ നിലയിൽ നിൽക്കുമ്പോൾ, അബ്രഹാമിനെ കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത് അവന്റെ ശരീരം നിർജീവമായി പോയെന്നും അവന്റെ ഭാര്യ സാറയുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചെന്നും താൻ അറിഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, എല്ലാം അവസാനിച്ചു എന്ന് വ്യക്തമായി അറിഞ്ഞു നിൽക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിന് 99 വയസ്സാകുമ്പോൾ ഇതാ എൽ ഷദായി ആയവൻ, സർവശക്തനായവൻ അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനാകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത ദൂത് സ്വീകരിച്ചോ. ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ചിലവരുടെ മുമ്പിലേക്ക് എൻ്റെ ദൈവം പ്രത്യക്ഷമാകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ, ദൈവത്തിൻ്റെ വിസിറ്റേഷനുകൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്നു. സാഹചര്യമില്ലെങ്കിലും വാഗ്ദത്തത്തിനകത്ത് മുറുകൻ നിൽക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ വർധനവ് കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോകുന്നു. ദൈവം അവനോട് ഇറങ്ങി വന്ന് 2-ാമത്തെ വാക്യം പറയുകയാണ്, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു നിയമം ചെയ്യാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോയ, പിന്മാറിപ്പോയ ചിലരോട് ദൈവത്തിന് നിയമം ചെയ്യാനുണ്ട്, ദൈവത്തിന് ചില അത്ഭുതങ്ങൾ പറയാനുണ്ട്. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ മിനിറ്റുകളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ കാണാൻ പോകുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 4, 5, 6 വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. 5-ാമത്തെ വാക്യം, ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ 2 വാക്യത്തിനകത്ത് ദൈവവുമായുള്ള ഉടമ്പടിയിൽ രക്ഷയിലേക്ക്, കർത്താവെ ഞാൻ മടങ്ങി വരുന്നു, നീ എൻ്റെ രക്ഷിതാവാണ്, നിൻ്റെ രക്തത്താലാണ് എന്നെ വീണ്ടെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവുമായിട്ട് ഒരു പൂർണ്ണ ഹൃദയത്തിൽ ഒരു സമർപ്പണത്തിലേക്ക് വരുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തതെന്ന് തോന്നി ചലിക്കാൻ പോവുകയാണ്. അടുത്ത പദം പറയുന്നു, എൻ്റെ ദൈവം അവൻ്റെ പേര് മാറ്റി വിളിക്കുകയാണ്. ഇനി നീ അബ്രാം അല്ല, അബ്രഹാം എന്ന് വിളിക്കപ്പെടാൻ പോകുന്നു. നീ ബഹുജാതികൾക്ക് പിതാവാകാൻ പോകുന്നു. വലിയ വർധനവത്തിൻ്റെ മുന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കുവാൻ, ദൈവത്തിൻ്റെ കരം കാണേണ്ടതിനായി ഒരുമിക്കണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഞാൻ ഈ ഭാഗത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു പദം നിങ്ങളെ ഓർപ്പിക്കട്ടെ. നിങ്ങൾ വാഗ്ദത്തം കേട്ടവരാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരിക്കലും നിരാശപ്പെടരുത്, നിങ്ങൾ വേദനയിലേക്ക് കടന്നു പോകരുത്. കാരണം എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തിനൊക്കെ താല്പര്യങ്ങൾ സംഭവിക്കും. എങ്കിൽ 6-ാമത്തെ വാക്യത്തിലേക്ക്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും, നിന്നിൽ നിന്ന് രാജാക്കന്മാരും ഉത്ഭവിക്കും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടൊന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. നീ വർദ്ധിപ്പിച്ചില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കും. അവരുടെ സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുന്നവരെ പോലെ ആയിരിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്നു മുതൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മാറ്റം കൊണ്ടുവരാൻ പോകുക. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഈ വചനം പറയുന്നത്. അബ്രഹാമിനോട് പറയുന്ന 6-ാമത്തെ വാക്യം, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളാക്കും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിന്നിൽ നിന്ന് രാജാക്കന്മാർ എഴുന്നേറ്റ് വരും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കണം. ഒരു സാധ്യതയില്ലാതെ, തലമുറയില്ലാതെ വർഷങ്ങളായി ഭാരപ്പെടുന്നവരോട് എനിക്കിന്ന് ഈ വചനത്തിനകത്ത് പറയാനുണ്ട്, എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്, വലിയ നിലയിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ചില ശുശ്രൂഷകന്മാരോട് പറയുന്നു, നിരാശപ്പെടേണ്ട, കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും വെളിപ്പെടാത്തതുപോലെ ഒരു വലിയ വർധനവ് ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ അത് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ വെളിയിൽ വരാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, 24 വർഷമായിട്ട് ഒന്നും കാണാതെ നിൽക്കുന്നവൻ്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കുമെന്ന് പറയുകയാണ്. നിന്നിൽ നിന്ന് രാജാക്കന്മാർ എഴുന്നേറ്റ് വരും, നിന്നിൽ നിന്ന് ജാതികൾ എഴുന്നേറ്റ് വരാൻ പോകുന്നു. എൻ്റെ കൂടെ നിന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ആ ഉത്സാഹത്തെ വെളിപ്പെടുത്തണമേ. ഇത് ആ വാഗ്ദത്തമുള്ളവൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി അവനെ വർദ്ധിപ്പിക്കാൻ തയ്യാറാകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത തലമുറയെ നോക്കണം കേട്ടോ. ക്ഷാമത്തിൽ ഒരു വർധനവ് സംഭവിക്കാൻ പോകുന്നു. ഇസഹാക്ക് അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം വെളിപ്പെട്ടപ്പോൾ അവൻ മിസ്രൈമിലേക്ക് ഓടിപ്പോകാൻ നോക്കിയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 2, 3 വാക്യങ്ങളിലേക്ക്, യഹോവ അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തതെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക. 3-ാമത്തെ വാക്യം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ക്ഷാമത്തിനകത്ത്, വേദനയ്ക്കകത്ത് നിങ്ങൾ
ഓടിപ്പോകാൻ തയ്യാറാകരുത്. നിങ്ങൾ കാണുന്ന പ്രതിസന്ധിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാകുക. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്തവരാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ശത്രു നിങ്ങളുടെ ഉറപ്പില്ലായ്മ മനസ്സിലാക്കിയാണ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നത്. പക്ഷെ ഉറച്ചു നിന്നാൽ, എതിർത്ത് നിന്നാൽ പിശാച് ഓടിപ്പോകുമെന്നാണ് യാക്കോബ് നമ്മോട് ലേഖനത്തിനകത്ത് പറയുന്നത്. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഉറച്ചു നിൽക്കാൻ തയ്യാറാകും? ഞാൻ ആത്മാവിൽ ഈ ഒരു പദം പറയുമ്പോൾ ഇതാ ക്ഷാമത്തിനകത്ത് ഇസഹാക്ക് ഓടിപ്പോകാൻ നോക്കിയാണ്. റൂത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ബെത്ലഹേമിൽ ഒരു വലിയ ക്ഷാമം വെളിപ്പെടുമ്പോൾ നവോമിയും കുടുംബവും മോവാബ് ദേശത്തിലേക്ക് പോവുകയാണ്. ക്ഷാമം ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ, ഒരു കുടുംബത്തിൽ വെളിപ്പെട്ടാൽ അടുത്തത് അവർ മരണത്തെ ഭയപ്പെടും. ഇതേപോലെ മരണത്തെ ഭയപ്പെട്ട് നവോമിയും കുടുംബവും മോവാബ് ദേശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് താൻ ഭയപ്പെട്ടത് തൻ്റെ ഹസ്ബൻഡും 2 മക്കളും വേഗത്തിൽ മരണപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയുന്നു. അങ്ങനെ നവോമി പറയുകയാണ്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, ഞാൻ നിറഞ്ഞവളായി പോയി ഇപ്പോൾ ഒഴിഞ്ഞവളായി മടങ്ങി വരികയാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇതാ അവളുടെ മരുമകൾ റൂത്ത് നവോമിയോടൊരു പദം പറയുന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവമാ, നിന്റെ ജനം എൻ്റെ ജനം. അങ്ങനെ വാക്തത്വത്തിൽ അല്ലെങ്കിൽ ദൈവമായുള്ള നിയമത്തിനകത്ത് നവോമിയോട് കൂടെ ബെത്ലഹേമിലേക്ക് റൂത്ത് വരികയാണ്. കാരണം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു എന്ന് നവോമിക്ക് കേൾവിയുണ്ടായി. ആ നിലയിൽ അവർ ബെത്ലഹേമിൽ കാലുവെക്കുമ്പോൾ അത് യവക്കൊയ്ത്തിൻ്റെ സീസണാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇനിയുള്ള ചിന്തയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ക്ഷാമത്തിനകത്ത് ഒന്നും കാണാതെ, ആഹാരത്തിന് പോലും മാർഗമില്ലാതാണ് അവർ ബെത്ലഹേമിലേക്ക് തിരിച്ച് കാൽവെക്കുന്നത്. അപ്പോൾ യവക്കൊയ്ത്തിൻ്റെ സീസണാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ്, നിങ്ങളുടെ സീസൺ മാറാൻ പോകുക, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ കാലം മാറാൻ പോകുക. കാരണം 126 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു സീസൺ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ഒരു കൊയ്ത്തിൻ്റെ, ഒരു വർധനവിൻ്റെ ദൈവപ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. യവക്കൊയ്ത്തിൻ്റെ സീസണിൽ അവർ കാലുവെക്കുകയാണ്. അവരുടെ സാഹചര്യം നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു നാഴി അരി പോലും അവരുടെ കയ്യിലില്ല. അങ്ങനെ പട്ടിണിയുടെ അനുഭവത്തിൽ, അങ്ങനെ ശൂന്യതയുടെ അനുഭവത്തിൽ അവർ ബെത്ലഹേമിൽ കാലുവെക്കുമ്പോൾ റൂത്ത് നവോമിയോട് പറയാണ്, നമ്മുടെ സാഹചര്യം മാറ്റേണ്ടതിന് വേണ്ടി, നമുക്ക് ഇന്നത്തെ ആഹാരത്തിന് വേണ്ടി ഞാനിതാ വയലിലേക്ക് പോവുകയാണ്, ഞാനിതാ കതിര് പറക്കാനായി പോവുകയാണ്. അവൾ കാല് വയ്ക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വർധനവിൻ്റെ ഒരു വെളിപ്പാട് പറഞ്ഞ് ഇവിടെ നിന്ന് മാറാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ ആ വയലിൽ പിറക്കാനിറങ്ങി പെറുക്കിയാണ് റൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ വെളിപ്പാടുള്ളവരോട് പറയാം, വാക്തത്വമുള്ളവനാണെങ്കിൽ നീ ആ പട്ടണത്തിൻ്റെ നന്മ കണ്ടിരിക്കും. ആ വയലിൽ ഒരു നാഴി അരിക്ക് വേണ്ടി ചെന്ന റൂത്തിത ആ വയലിൻ്റെ അധികാരിയായി തീരുകയാണ്. എൻ്റെ ദൈവത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടി ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണെന്നും ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതിന് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങളുടെ വീടും സാഹചര്യമൊക്കെ ഒന്ന് ഫോട്ടോ എടുത്തു വെച്ചാൽ നല്ലതാ. കാരണം എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം. അത് നിശ്ചയമായും അറിയാൻ പറ്റും. ഞാൻ ചില നാളുകൾക്ക് മുമ്പേ ഒരു ദൈവദാസൻ്റെ ഭവനത്തിൽ ചെന്നു. അസാധാരണമായ ഭവനമാണ് കേട്ടോ. ആ ഭവനത്തിനകത്ത് ഞാനിങ്ങനെ എഴുന്നേറ്റിക്കും. നമ്മൾ സാധാരണ ഫോട്ടോയോ അറിയാം വിഗ്രഹങ്ങളൊന്നും നോക്കിയോ വെക്കുകയോ ഒന്നും ചെയ്യാത്തവരാണ്. ആ നിലയിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഭിത്തിയിൽ, മെയിൻ ഹോളിൽ 4-5 ഫോട്ടോകൾ വെച്ചിരിക്കുന്നു. ഞാൻ അതിശയത്തിലൊന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആദ്യം ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന ഒരു കുടിലിൻ്റെ മുമ്പിൽ, അവിടെ നിന്ന് വീണ്ടും വേറെ ഫോട്ടോകളുണ്ട്, കുടുംബമായി നിൽക്കുന്ന ഫോട്ടോയുണ്ട്. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവാസൻ വന്ന് ചോദിച്ചു, ദൈവാസനെ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ ആശ്ചര്യത്തോടെ ചോദിച്ചു, ദൈവാസൻ ഇതെന്താ ഈ ഫോട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സാഹചര്യം ഇതായിരുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട വീട് ഇങ്ങനെയാണ്, അത് ഒരു കുടിലായിരുന്നു, ഓലമേഞ്ഞ കുടിലായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് എൻ്റെ തലമുറയ്ക്ക് മനസ്സിലാക്കേണ്ടതിനാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തു വെച്ചേക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും എടുത്തു വെക്കണം കേട്ടോ. നിങ്ങൾ വർദ്ധിച്ചതും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതും അടുത്ത തലമുറകൾക്ക് കാണിക്കേണ്ടതിനായി. കർത്താവിൻ്റെ വരവ് താമസമാണെങ്കിൽ അടുത്ത തലമുറകൾ, ദേശക്കാർ നിങ്ങളെ നോക്കി ദൈവം വർദ്ധിപ്പിച്ചെന്നും അനുഗ്രഹിച്ചെന്നും പറയേണ്ടതിനായി. റൂത്തിൻ്റെ സ്ഥിതി നിങ്ങൾ നോക്കേ, ശൂന്യമാക്കപ്പെട്ടു വന്നു, ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാഴി അരിക്ക് വേണ്ടി വന്നവൾ ആ വയലിൻ്റെ അധികാരിയായി മാറി. എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമല്ലേ, എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വീണ്ടും ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് വരാം. 3-ാമത്തെ വാക്യത്തിൽ ഇസഹാക്കിനോട് ദൈവം പറയാം, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് ഈ ദേശത്തിൽ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പിതാവിനോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിറവേറ്റും. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ കൂടെ ചേർന്ന് പറ, ദൈവം കൂടെ ഇരുന്നാൽ ഒരു വർധനം ഉറപ്പാണ്. നിങ്ങൾ തിരിച്ചറിയാമെങ്കിൽ, നിങ്ങൾ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നുപോയാണെങ്കിലും നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാം. ഇന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ പറയാം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ ഉറപ്പ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പ് പറ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, നിങ്ങളെ വർദ്ധിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിലേക്ക്. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും
ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിച്ചതുകൊണ്ട്. 5-ാമത്തെ വാക്യം, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രം പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ നോക്കി, ഈ 2 വാക്യത്തിനകത്ത് ഭയങ്കര ആഴമാണ്. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ നിയോഗത്തിൽ ഇറങ്ങിത്തിരിച്ച് ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദത്തെ അനുസരിച്ച് ദൈവവചനത്തിനകത്ത് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ദേശത്തിൽ നിങ്ങൾ വാലല്ല തല തന്നെയായിത്തീരും. ഈ വചനത്തെ ശ്രദ്ധയോടെ കേട്ട് ഈ വചനത്തെ പ്രമാണിക്കാമെങ്കിൽ ദേശത്തിൽ സകല ജാതികൾക്കും മീതെ ഞാൻ നിന്നെ ഉന്നതമാക്കും. നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ എണ്ണപാത്രം അനുഗ്രഹിക്കപ്പെടും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷാമത്തിനകത്തും നിങ്ങളുടെ ഭവനം വ്യത്യസ്തമായിരിക്കും. കാരണം എൻ്റെ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നവനാണ്. ഇതാ ഇസഹാക്കിനോട് പറയുക, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ നിവർത്തീകരിക്കും, നീയും നിന്റെ തലമുറയും വർദ്ധിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇസഹാക്ക് 6-ാമത്തെ വാക്യത്തിൽ ആ ദേശത്ത് ഇതാ ഇസഹാക്ക് പാർക്കുകയാണ്. 12-ാമത്തെ 13-ാമത്തെ വാക്യത്തിലേക്ക്, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. 13-ാമത്തെ വാക്യം, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇസഹാക്ക് ആ ശാപത്തിൽ വിതച്ചു, ആ ആണ്ടിൽ തന്നെ 100 മേനി വിളവ് കിട്ടി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പത്രോസിൻ്റെ പടകൊന്ന് നോക്കണം കേട്ടോ. ഇന്നലത്തെ രാത്രിയിൽ ഒന്നും കിട്ടിയില്ല. ആ പടക് ശൂന്യമാണ്, ആ വല ശൂന്യമാണ്, പത്രോസിൻ്റെ ജീവിതം ശൂന്യമെന്ന നിലയിൽ നിൽക്കുന്നത്. എന്നാൽ യേശു ആ പടകിനകത്ത് കയറിയപ്പോൾ പത്രോസിൻ്റെ പടകിൽ ഒരു വർധനവ് സംഭവിച്ചെങ്കിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെട്ടതോടെ ക്ഷാമത്തിനകത്ത് 100 മേനി കിട്ടി. അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവനായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വർധനവിൻ്റെ കൈമാറ്റം സംഭവിക്കാൻ പോകുന്നു. വർധനവിൻ്റെ ഭയങ്കരമായ ചലനം സംഭവിക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത തലമുറകളെ നിങ്ങൾ നോക്കണം കേട്ടോ. യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ വർധനവ് കാണുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യാക്കോബിൻ്റെ തലമുറയാണ് യോസഫ്. ഒരു സ്വപ്നം കണ്ട നിമിത്തം തൻ്റെ സഹോദരന്മാർ തന്നെ ഒറ്റപ്പെടുത്തി പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് അടിമച്ചന്തയിലേക്ക് പോയി. അവിടെ നിന്ന് പൊത്തീഫറിന്റെ വീട്ടിൽ വന്നു. ചെയ്യാത്ത കുറ്റത്തിൽ താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴും വാഗ്ദത്തം കേട്ടവരോട് എനിക്ക് പറയാനുണ്ട്, ആളെ അയച്ച് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവം, നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവം. യോസഫിനെ ആളയച്ച് കാരാഗ്രഹത്തിൽ ദൈവം ഇറക്കിയാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഉടനെ ഫറവോൻ ആളയച്ച് യോസഫിനെ വിളിപ്പിച്ചു. അവർ അവനെ വേഗത്തിൽ കൊണ്ടറയിൽ നിറക്കി. അവൻ ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച് ഒരു സാഹചര്യമില്ലെന്ന് പറയുന്നിടത്തുന്ന ആളയച്ച് കൊണ്ടറയിൽ നിറക്കി ഫറവോന്റെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെയും സാധ്യതയില്ലാത്തിടത്തേക്ക് ഇതാ മന്ത്രിപദത്തിലേക്ക് യോസഫിനെ കയറ്റുകയാണ്. തന്നെ ഒറ്റപ്പെടുത്തിയ സഹോദരന്മാർക്കും ആ ദേശക്കാർക്കും വലിയ അനുഗ്രഹമായി ക്ഷാമത്തിൽ ഒരു വലിയ വർധനവിൻ്റെ നന്മയുടെയും കാരണക്കാരനാക്കി യോസഫിനെ തീർക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ചേർത്തുകൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകുന്നു, നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. എങ്കിലും നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യത്തിനകത്ത് ഒന്നുകൂടെ മടങ്ങി വരികയാണ്. നീ വർദ്ധിപ്പിച്ചില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അവരെ സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെ ആയിരിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കൊയ്ത്ത് കാലത്തിലെ സന്തോഷം, കൊയ്ത്തിനകത്തൊരു ആർപ്പുണ്ട് കേട്ടോ, ഒരു ആരാധനയുണ്ട്. ആ നിലയിൽ തന്നെ ഇപ്പോൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എന്നാൽ അടുത്ത 4-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കുകയാണ്. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തിന് ആമേൻ പറയണം. നമ്മളെ ഉയർത്താത്ത, നമ്മളെ വർദ്ധിപ്പിക്കാത്ത ചില നുകങ്ങൾ ഇപ്പോൾ കർത്താവ് ഓടിച്ചു കളയാൻ പോവുകയാണ്. ചില എതിരുകളെ കർത്താവ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാരണം നിന്റെ അതിരുകൾ വിശാലമാകണം, നീ വർദ്ധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും വ്യത്യസ്തമാണ്. 6-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ പദം വിളിക്കപ്പെടുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള പ്രവചനമാണ് പറയുന്നത്. നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു, എന്നിട്ട് വിവിധ പേരുകൾ, വിവിധ നാമങ്ങൾ യേശുവിന് നൽകുകയാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ യേശുവിനെ കുറിച്ചുള്ള ആഴം ഒന്ന് തൊടാൻ പോവുകയാണ്. എന്നിട്ട് 7-ാമത്തെ വാക്യം ഇമ്പോർട്ടൻസ് ആണ്. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകിയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിനും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, അവൻ്റെ ആധിപത്യത്തിനും വർധനവിനും
സമാധാനത്തിനും അന്തമുണ്ടാകത്തില്ല. യേശുവിലേക്ക് ഒരാൾ വന്നാൽ അവൻ്റെ ജീവിതത്തിനകത്ത് വർധനവ് നിശ്ചയമാണ്. ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എൻ്റെ യേശു സ്വർഗാദി സ്വർഗം വിട്ട് ഈ താഴെ ഭൂമിയിലേക്ക് വന്നത് പാപക്കുഴിയിൽ നിന്ന് എന്നെ നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. സുവിശേഷം എന്ന് പറയുന്നത് സുവാർത്തയാണ്. യേശുവിനെ വാസമായി ജീവിതത്തിൽ ഏറ്റെടുത്ത, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അവൻ അധികാരം തന്നു. ആ കാൽവരി ക്രൂശിലെ വീണ്ടെടുപ്പിനകത്ത് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം വർദ്ധിക്കും. നിൻ്റെ ജീവിതത്തിനകത്ത് ഐശ്വര്യവും സമ്പത്തും വർദ്ധിക്കും. അതൊന്നും മനസ്സിലാക്കണമെങ്കിൽ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ ഇതാ 3 നാളായിട്ട് കർത്താവിൻ്റെ കൂടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് അവർ ഒന്നും ഭക്ഷിച്ചില്ല. ആ നിലയിൽ കർത്താവ് അവരോട് പറയാണ്, ഇവരെ വെറും കൈയോടെ തിരിച്ചു പറഞ്ഞയക്കാൻ കഴിയില്ല, ഇവർക്ക് നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നാൽ ശിഷ്യന്മാർ പറയുന്നു, ഇത്രയും ജനത്തിന് ഭക്ഷിപ്പാൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ആഹാരം എവിടെയാണ്? എന്നാൽ അന്ത്രോയോസ് എന്ന് പറയുന്ന ശിഷ്യൻ വന്ന് പറയുന്നു, ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഇവിടെ ഒരു ബാലനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യം. ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരിക്കുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുവോളം കൊടുത്തു. 12-ാമത്തെ വാക്യം. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണമൊന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞു. 13-ാമത്തെ വാക്യം. 5 യവത്തപ്പത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു, 12 കൊട്ട നിറച്ചെടുത്തു. ഈ വചനം നിങ്ങൾ തിരിച്ചറിയണം. ഇല്ലായ്മയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, ഒറ്റപ്പെടലിൽ നിങ്ങൾ ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരണം. യേശുവിൻ്റെ വർധനവിൻ്റെ കരം നിങ്ങളുടെ മേളിൽ വരും. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ ചുരുങ്ങിപ്പോയത്, ഏത് സാഹചര്യത്തിലാണോ ദുഃഖിച്ചിരിക്കുന്നത്, എൻ്റെ കർത്താവ് 5000 പുരുഷാരത്തിന് എന്ന് പറഞ്ഞാൽ ഏകദേശം 20,000-ഓളം ജനത്തിന് 5 യവത്തപ്പവും 2 മീനും കൊണ്ടും പോഷിപ്പിച്ച് അവരെ തൃപ്തിയുള്ളവരാക്കി മടക്കി വിടുമെങ്കിൽ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാണ്, ആ കാൽവരി ക്രൂശിലേക്ക് അടുത്തു വാ. യേശുവിൻ്റെ രക്തത്തിലൊന്ന് ക്ലെയിം ചെയ്യേ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വർധനവ് നിന്നെ കരം പിടിച്ച് ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും പുരുഷാരത്തിന് 5 യവത്തപ്പം കൊണ്ട് 2 മീനും കൊണ്ട് പോഷിപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ഏത് ആവശ്യത്തിൻ്റെ മേളിലും എൻ്റെ കർത്താവിൻ്റെ കരം നീളാൻ പോവുകയാണ്. നിങ്ങളുടെ ഏത് ആവശ്യത്തിൻ്റെ മേളിലും ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ ഈ സമയത്ത് വിളിക്കാൻ തയ്യാറാകണം. കാരണം വാഗ്ദത്തമുള്ളവൻ വർദ്ധിക്കും. നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വർധനവിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വലിയ അത്ഭുതം വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, ഈ മെസ്സേജ് കേൾക്കുന്നവർ വർധനവിലേക്ക് വരും. നന്മയുടെ വർധനവ്, സാമ്പത്തിക വർധനവ്, ആ കുടുംബമായി ഒരു വിശാലത നിങ്ങൾക്ക് വരാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ വർദ്ധിക്കട്ടെ, അവർ നന്മ കാണട്ടെ, അവരെ അതിരുകൾ വിശാലമാകട്ടെ, അവർ രോഗത്തിൽ നിന്ന്, അവരുടെ പ്രശ്നത്തിൽ നിന്ന്, അവരുടെ കടബാധ്യതയിൽ നിന്ന് കർത്താവേ അങ്ങ് അവരുടെ നുകങ്ങളെ പൊട്ടിച്ചു കളയാൻ പോകുന്നു. യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സന്തോഷം ഈ മക്കളുടെ മേലേക്ക് ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് അത് ചെയ്തതിനായി നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഒരുമിക്കുക, വിളിക്കാൻ തയ്യാറാകുക. കർത്താവ് നിങ്ങളെ ആധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.